ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യമി കുട്ടീസ്. ഇന്ന് ഞാനിവിടെ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു 10 ബ്രെഡ് അതിൻ്റെ വക്കൊക്കെ എടുത്തിട്ട് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചായിട്ട് മിക്സിയിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ആ ബ്രെഡ് ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ഇത്തിരി നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ നെയ്യ് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കാച്ചിയ പാല് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചൂട് തണിയതിന് ശേഷം വേണം ആ പാൽ ഇതിലേക്ക് ഒഴിക്കാൻ. നമ്മൾ ഈ മാവൊക്കെ ഒന്ന് കുഴയ്ക്കുമ്പോഴത്തേനും അടുപ്പത്ത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. അതിനുശേഷം ഇത് ഈ രൂപത്തിൽ വേണം ആ മാവൊക്കെ ഒന്ന് കുട്ടിയായിട്ട് നല്ല ബോൾ പോലെ രൂപത്തിൽ എടുക്കാൻ. ഇത് നമ്മൾ ഒരു 400 ഗ്രാം അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ, ഞാനിവിടെ റെഡ് കളർ യൂസ് ചെയ്തിട്ട് അതും ഇതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ മാവൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് കാച്ചിയ വെള്ളത്തിലേക്ക് അത് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ആ ബോൾസൊക്കെ ആഡ് ചെയ്തെടുക്കാൻ. ഇതിൽ എല്ലാ ബോൾസും ഇട്ടതിന് ശേഷം വെറുതെ ഇളക്കാൻ പാടില്ലാതെ പൊട്ടിപ്പോകും. നമ്മൾ എന്നിട്ട് 2-3 മണിക്കൂർ അതിലിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ഗുലാബ് ജാമുൻ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.